നിനക്ക് മാസാമാസം അടിവസ്ത്രവും പാഡും വാങ്ങാനൊന്നുമല്ല എൻ്റെ മോൻ ജോലിക്ക് പോയി കഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് എൻ്റെ കയ്യിൽ നിന്ന് ചില്ലി കാശ് കിട്ടുമെന്ന് നീ വിചാരിക്കണ്ട. ഇതിൽ നിന്ന് ഒരു രൂപ പോലും ഞാൻ നിനക്ക് തരില്ല. കമലാക്ഷിയമ്മ വായിൽ കിടന്ന മുറുക്കാൻ മുറ്റത്തേക്ക് നീട്ടിത്തുപ്പി. അമ്മേ, കഴിഞ്ഞ വർഷം ഓണത്തിന് ഒരു മാക്സി എടുത്തപ്പോഴാണ് എനിക്ക് 2 അടിവസ്ത്രം വാങ്ങിയത്. അത് കീറിപ്പോയത് കൊണ്ടല്ലേ വേറെ വാങ്ങാൻ കാശ് ചോദിച്ചത്. അല്ലാതെ മാസാമാസം ഞാൻ എന്തിനാ കാശ് ചോദിക്കുന്നത്? ഒരു പാട് വാങ്ങാൻ പോലും 2-3 മാസം കൂടുമ്പോൾ അല്ലേ 30 രൂപ എണ്ണിപ്പെറുക്കി തരുന്നത്. ദിവ്യ കരച്ചിലിന്റെ വക്കോളം എത്തി. അടിവസ്ത്രം കീറിപ്പോയെങ്കിൽ തൽക്കാലം അത് തുന്നി ഉപയോഗിക്ക്. വേറൊന്ന് വാങ്ങുന്നത് 2 മാസം കഴിഞ്ഞ് നോക്കാം. ഈ മാസവും അടുത്ത മാസവും എന്തായാലും പറ്റില്ല. മാളുവും കുട്ടികളും സ്കൂൾ വെക്കേഷൻ തുടങ്ങിയതുകൊണ്ട് അടുത്ത ആഴ്ച ഇങ്ങോട്ട് വരാനിരിക്കുക. വന്നാ പിന്നെ അവർ 2 മാസം ഇവിടെ ഉണ്ടാവുമെന്ന് നിനക്കറിയാലോ. അപ്പോൾ ചിലവ് നല്ലോണം കൂടുതലായിരിക്കും. നുള്ളിപ്പെറുക്കി ചെലവാക്കിയാലേ ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ പറ്റൂ. അമ്മേ, തുന്നിയിടാൻ പറ്റുന്ന കോലമൊന്നുമല്ല. അല്ലേ തന്നെ എത്ര തവണയാ തുന്നുക? ഞങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാ ജീവിച്ചത്. എൻ്റെ മോൻ കഷ്ടപ്പെട്ട് ചോര നീരാക്കി ഉണ്ടാക്കിക്കൊണ്ടുവരുന്ന കാശാണ്. അത് നിനക്ക് വെറുതെ ആവശ്യമില്ലാതെ ദൂർത്തടിക്കാൻ തരാനുള്ളതല്ല. കമലാക്ഷി കട്ടായം പറഞ്ഞു. എന്നാ അമ്മ ഒരു പാട് വാങ്ങാൻ ഒരു 30 രൂപയെങ്കിലും തരൂ. ദിവ്യ കെഞ്ചി. നീ പാടും കെട്ടി ഓഫീസ് ഉദ്യോഗത്തിനൊന്നും പോകുന്നില്ലല്ലോ. അതുകൊണ്ട് വല്ല തുണിയും കീറി വെക്ക് പെണ്ണേ. ഞങ്ങളൊക്കെ തുണി കെട്ടിവെച്ച് തന്നെയാ നടന്നത്. അല്ലേലും ഈ പരിഷ്കാരമൊക്കെ ഇപ്പൊ വന്നതല്ലേ. നീ ചോദിക്കുമ്പോ അതൊക്കെ വാങ്ങാൻ പൈസ തന്നിട്ടാണ് നിനക്ക് ഇത്ര അഹമ്മതി. കമലാക്ഷിയമ്മ ദേഷ്യത്തോടെ പറഞ്ഞു. അവരുടെ വാക്കുകൾ കേട്ട് ദിവ്യയ്ക്ക് തന്റെ നിസ്സഹായാവസ്ഥ ഓർത്ത് സ്വയം പുച്ഛം തോന്നി. തന്റെ ഏതാവശ്യത്തിനും ഇങ്ങനെ അമ്മായിയമ്മയ്ക്ക് മുന്നിൽ കാര്യം കാരണം ബോധിപ്പിച്ചിരിക്കേണ്ട ഗതികേടുണ്ടാക്കി വെച്ചത് തന്റെ ഭർത്താവ് തന്നെയാണല്ലോ എന്നവൾ ചിന്തിച്ചു. നിറഞ്ഞൊഴുകിയ കണ്ണുകൾ തുടച്ചുകൊണ്ട് തന്റെ അവസ്ഥയെ പഴിച്ചുകൊണ്ടവൾ മുറിയിലേക്ക് പോയി. അവിടെ കട്ടിലിൽ അടിഭാഗം മൊത്തത്തിൽ കീറിപ്പോയ അടിവസ്ത്രം കണ്ടതും ദിവ്യയുടെ തൊണ്ടക്കുഴിയിൽ നിന്നും ഒരു തേങ്ങൽ ഉയർന്നു. കണ്ണീർ വന്ന് കാഴ്ച മറച്ചപ്പോൾ അവൾ കണ്ണു തുടച്ചുകൊണ്ട് ഒരു പഴയ കോട്ടൺ സാരിയിൽ നിന്നും കുറച്ച് ഭാഗം വെട്ടിയെടുത്ത് അടിവസ്ത്രത്തിന്റെ കീറിപ്പോയ ഭാഗത്ത് തുന്നിപ്പിടിപ്പിക്കാൻ തുടങ്ങി. ആ കാഴ്ച കണ്ടുകൊണ്ടാണ് ദിവ്യയുടെ ഭർത്താവ് സുമേഷ് മുറിയിലേക്ക് കയറി വന്നത്. എന്തോ അവനത് കണ്ടപ്പോൾ വല്ലാത്ത കുറ്റബോധം തോന്നി. ഇത്രയും ഗതി കെട്ടിട്ടാണ് അവൾ 2 എണ്ണം പുതിയത് വാങ്ങാനുള്ള കാശിനായി തന്റെ അമ്മയ്ക്ക് മുന്നിൽ കൈ നീട്ടിയതെന്ന് അവന് മനസ്സിലായി. വരാന്തയിൽ ഇരിക്കുകയായിരുന്ന അവൻ ഭാര്യയെയും അമ്മയും തമ്മിലുള്ള സംഭാഷണങ്ങൾ കേൾക്കുന്നുണ്ടായിരുന്നു. ദിവ്യ എപ്പോഴത്തെയും പോലെ തന്റെ ആവശ്യത്തിന് അവനോടാണ് ആദ്യം പൈസ ചോദിച്ചത്. എന്നാൽ ശമ്പളം കിട്ടുമ്പോൾ ചില്ലറ സഹിതം എണ്ണിപ്പെറുക്കി അമ്മയുടെ കയ്യിലേൽപ്പിക്കുന്ന സുമേഷിന്റെ കയ്യിൽ മിച്ചം ഒന്നും ഉണ്ടാവില്ല. അവന് പോലും ഒരു ദിവസം ബസ്സിന് പോയി വരാൻ കാശ് കൊടുക്കുന്നത് അമ്മയാണ്. 1 രൂപ പോലും അവർ കൂടുതൽ കൊടുക്കാറില്ല. അവനും സ്വന്തം ആവശ്യങ്ങൾക്ക് അമ്മയോട് തന്നെയാണ് ചോദിക്കുന്നത്. സുമേഷ് ജോലിക്ക് പോകുന്നവനായതുകൊണ്ട് കമലാക്ഷി അവൻ ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങാൻ പൈസ കൊടുക്കും. പക്ഷെ വാങ്ങിയ സാധനങ്ങൾ ബില്ലുൾപ്പെടെ അവരെ കാണിക്കണം. അതിലവർക്ക് അനാവശ്യമാണെന്ന് തോന്നുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ തിരിച്ചു കൊണ്ടുകൊടുത്ത് പൈസ തിരിച്ചു മേടിക്കാൻ പറയും. കമലാക്ഷിയുടെ ഈ സ്വഭാവം തന്നോടുള്ള സ്നേഹക്കൂടുതൽ കൊണ്ടാണെന്ന് സുമേഷിന്റെ പറച്ചിൽ. അമ്മ അനാവശ്യമായി പൈസ ചെലവാക്കില്ലെന്നും അതുകൊണ്ട് അമ്മ പറയുന്നതനുസരിച്ച് ധൂർത്ത് കുറച്ച് അവരെ അനുസരിച്ച് ജീവിക്കുന്നതാണ് നല്ലതെന്ന് അവൻ ഭാര്യ ഉപദേശിക്കും. അതിനാൽ അവർ എന്തെങ്കിലും വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സുമേഷ് മറുത്തൊരു വാക്ക് പറയില്ല. അവന്റെ ശമ്പളം വാങ്ങിവെച്ച് വീട്ടിലേക്കുള്ള എല്ലാ കാര്യങ്ങളും അവരാണ് നോക്കുന്നത്. എല്ലാം അവർ പറയുന്നത് പോലെയാണ് നടക്കുന്നത്. ദിവ്യ ഒരു വേലക്കാരിയെ പോലെ കമലാക്ഷിയുടെ ആജ്ഞ അനുസരിക്കണം. പക്ഷെ മകനോടും മരുമകളോടും പിശുക്കു സ്വഭാവം കാണിക്കുന്ന കമലാക്ഷി സ്വന്തം മോളുടെ അടുത്ത് ഇങ്ങനെയൊന്നും അല്ല. സുമേഷിന്റെ ശമ്പളം പിശുക്കി ചിലവാക്കുന്നതിനാൽ അവർ മിച്ചം പിടിക്കുന്ന കാശ് കൂട്ടിവെച്ച് മകൾ മാളു വീട്ടിൽ വന്ന് നിൽക്കുമ്പോൾ അവൾക്കും പിള്ളേർക്കും വേണ്ടി യഥേഷ്ടം ചിലവാക്കുകയാണ് പതിവ്. ഇത് പലതവണ ദിവ്യ സുമേഷിനോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോഴൊക്കെ അവൻ അവളോട് പറയുന്നത്, മാള് വല്ലപ്പോഴും അല്ലേ വന്നു നിൽക്കുന്നത്, അവൾക്ക് കൊടുക്കാൻ ഞാനല്ലേ ഉള്ളൂ, അച്ഛനില്ലാത്ത കുട്ടിയല്ലേ എന്നൊക്കെയാണ്. ആ സമയം തന്റെ ഭാര്യയ്ക്കും ആവശ്യങ്ങളുണ്ടെന്ന് അവൻ മറന്നുപോകും. വാതുക്കൽ വന്നു നിന്ന് തന്നെ നോക്കുന്ന സുമേഷിനെ കണ്ടതും ദിവ്യ ചാടി എഴുന്നേറ്റു. ഇനി നിങ്ങളുടെ ഭാര്യയായി ഇവിടെ അടിമജീവിതം ജീവിക്കാൻ എനിക്ക് കഴിയില്ല. ഈ 1.5 കൊല്ലം ഞാൻ ഇതെല്ലാം സഹിച്ചു നിന്നത് എന്നെങ്കിലും എൻ്റെ അവസ്ഥ മനസ്സിലാക്കി നിങ്ങൾ മാറുമെന്നാണ്. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ അമ്മയുടെ വാക്കം കേട്ട് ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകുമെന്ന് ഇന്നത്തോടെ എനിക്ക് ബോധ്യമായി. കെട്ടിച്ചു വിട്ട മോൾ വീട്ടിൽ വന്ന് നിന്നാൽ എൻ്റെ താഴെയുള്ള അനിയത്തിമാർക്ക് നല്ലൊരു ബന്ധം വന്നില്ലെങ്കിലോ എന്ന് പേടിച്ചിട്ടാണ് വീട്ടിൽ ഇതൊന്നും പറയാതെ ഞാൻ എല്ലാം സഹിച്ചത്. ഇത്രയും വർഷം എൻ്റെ വീട്ടിൽ ജീവിച്ചിട്ടും എൻ്റെ അമ്മയോ അച്ഛനോ ഞങ്ങൾ 3 പെൺമക്കൾക്ക് ഇങ്ങനെ ഒരു ഗതികേട് വരുത്തിയിട്ടില്ല. ഞാൻ എന്ന് നിങ്ങളുടെ ഭാര്യയായോ അന്ന് തുടങ്ങി എൻ്റെ കഷ്ടപ്പാടും ദുരിതവും. ഇനി ഇതൊന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ എനിക്ക് വയ്യ.
ഞാൻ എൻ്റെ വീട്ടിൽ ഇവിടുത്തെ എൻ്റെ അവസ്ഥ ഇങ്ങനെയൊക്കെയാണെന്ന് പറയാൻ പോവാ. എൻ്റെ അവസ്ഥ അറിഞ്ഞാൽ പിന്നെ എൻ്റെ അച്ഛനും അമ്മയും ഇത്രയും ഗതികെട്ട് ഇവിടെ നിൽക്കാൻ പറയില്ല. വീട്ടിൽ പോയി നിന്നാൽ എനിക്ക് സ്വാതന്ത്ര്യത്തോടെ ജോലിക്ക് പോയി ആവശ്യമുള്ളതൊക്കെ വാങ്ങി സന്തോഷത്തോടെ അന്തസ്സായി കഴിയാം. പിന്നെ നിങ്ങളുടെ അമ്മ എന്നോട് മാത്രമാണ് ഈ നീതികേട് കാണിക്കുന്നത്. നിങ്ങളുടെ പെങ്ങൾ വന്നാൽ ഉരുട്ടി ഉരുട്ടി കൊടുക്കാനും എന്ത് കുന്തം വാങ്ങി കൊടുക്കാനും കാശ് മുടക്കാൻ ഒരു പ്രശ്നവുമില്ല. ഇത് നിങ്ങൾ കണ്ടിട്ടോ അറിഞ്ഞിട്ടോ അറിഞ്ഞില്ലാന്ന് നടിച്ച് ജീവിക്കുമല്ലേ? ഞാനിവിടെ ജീവിക്കും പോലെയാണോ നിങ്ങളുടെ പെങ്ങൾ അവളുടെ ഭർത്താവിന്റെ വീട്ടിൽ ജീവിക്കുന്നത്? എന്റെ ഈ അവസ്ഥ നിങ്ങളുടെ പെങ്ങൾ അനുഭവിക്കണം. എന്നാലേ എന്റെ അവസ്ഥ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് മനസ്സിലാവൂ. അത്രയും നാൾ മനസ്സിൽ അടക്കി വെച്ചതല്ല അവൾ പുറത്തേക്കിട്ടു. അത്രയും പറഞ്ഞിട്ട് ദിവ്യ കരി അടങ്ങാതെ കട്ടിലിന്റെ അടിയിൽ നിന്നും ബാഗ് വലിച്ചെടുത്ത് അവളുടെ കുറച്ചു മാത്രമുള്ള വസ്ത്രങ്ങൾ അതിലെടുത്ത് വെക്കാൻ തുടങ്ങി. ദിവ്യ പറഞ്ഞതൊക്കെ സത്യമാണെന്ന് സുമേഷിനറിയാം. പക്ഷെ അമ്മയെ എതിർക്കാൻ ധൈര്യമില്ലാത്തതാണ് അവന്റെ പ്രശ്നം. അതുപോലെ ദിവ്യയെ ഉപേക്ഷിക്കാനും അവന് കഴിയില്ല. എന്നെ വിട്ടു പോകല്ലേ ദിവ്യേ, നിന്റെ അവസ്ഥ എനിക്ക് മനസ്സിലാകും മോളെ. ഇലയ്ക്കും മുള്ളിനും കീടില്ലാതെ ഈ പ്രശ്നം ഞാൻ പരിഹരിച്ചോളാം. ദിവ്യയുടെ കൈകളിൽ പിടിച്ച് അവളോട് മാപ്പ് ചോദിച്ചുകൊണ്ട് അവൻ പറഞ്ഞു, ഇത് വെറുതെ പറയുന്നതാണെങ്കിൽ പിന്നെ ഒരു നിമിഷം പോലും ഞാനിവിടെ നിൽക്കില്ല. പിന്നെ നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് 1.5 വർഷം ആയുള്ളൂ. ഡിഗ്രി വരെ ഞാൻ പഠിച്ചിട്ടുണ്ട്. വയസ്സ് 22 ആയിട്ടുള്ളൂ. നമുക്ക് കുട്ടികൾ എനിക്കൊരു 27 വയസ്സായിട്ട് മതി. ഈ 1.5 വർഷം ഞാൻ ഈ വീട്ടിലെ ജോലി ചെയ്ത് ഒതുങ്ങിപ്പോയി. ഇനി അത് പറ്റില്ല. എൻ്റെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് പറ്റിയ ഒരു ജോലി കണ്ടുപിടിച്ച് തരണം, എത്രയും പെട്ടെന്ന്. ഇതൊക്കെ സമ്മതമാണെങ്കിലേ ഞാനിവിടെ നിൽക്കാം. ദിവ്യയുടെ ആവശ്യങ്ങൾ ന്യായമായതിനാൽ സുമേഷ് ഒന്നും എതിർത്തില്ല, എല്ലാം സമ്മതിച്ചു കൊടുത്തു. കൂടാതെ പിറ്റേ ദിവസം കൂട്ടുകാരന്റെ കയ്യിൽ നിന്ന് കടം വാങ്ങി ദിവ്യയ്ക്ക് ആവശ്യമുള്ളതൊക്കെ വാങ്ങി നൽകുകയും കുറച്ച് കാശ് അവൾക്ക് കൊടുക്കുകയും ചെയ്തു. പിറ്റേ മാസം ശമ്പളം കിട്ടിയപ്പോൾ പകുതി കാശ് അവൻ സ്വന്തം കയ്യിൽ വെച്ചു. ഓവർ ടൈം ചെയ്തിട്ടാണ് ഇത്രയും നാളും അത്രയും പൈസ കിട്ടിയതെന്നും ഡിസ്ക് കംപ്ലൈന്റ് ആയതുകൊണ്ട് ഇനി പഴയ പോലെ ഓവർ ടൈം ജോലി ചെയ്യാൻ പറ്റില്ലെന്ന് അവൻ നുണ പറഞ്ഞു. അതിനുശേഷം 2 മാസം കൂടി ജോലി കഴിഞ്ഞപ്പോൾ സുമേഷ് ജോലി ചെയ്യുന്ന പ്രൈവറ്റ് കമ്പനിയിൽ ദിവ്യയ്ക്കും അവൻ ജോലി ശരിയാക്കി കൊടുത്തു. അവൾ ജോലിക്ക് പോയത് കമലാക്ഷിക്ക് ഇഷ്ടപ്പെട്ടില്ല. എങ്കിലും അവളുടെ ശമ്പളം കൂടി വാങ്ങി പെട്ടിയിൽ വെക്കാമെന്നവർ കരുതി. പക്ഷേ ദിവ്യ ശമ്പളം കിട്ടിയപ്പോൾ ഒരു ചില്ലി കാശ് പോലും കൊടുത്തില്ല. കൂടാതെ തന്നെ ദ്രോഹിക്കാൻ ശ്രമിച്ച മോനെ ഉപേക്ഷിച്ച് പോകുമെന്ന് പറഞ്ഞ് ദിവ്യ അവരെ ഭീഷണിപ്പെടുത്തി. അതോടെ തള്ള ഒതുങ്ങി. ഇപ്പോൾ ദിവ്യയ്ക്ക് ആഗ്രഹിച്ചത് വാങ്ങാനും ജോലിക്ക് പോകാനും ഒക്കെ കഴിയുന്നുണ്ട്. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.